കഴിഞ്ഞ 2 ദിവസങ്ങളിലായി SFI കേരളത്തിൽ ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയം ഉയർത്തിക്കൊണ്ടുള്ള ഒരു വാദപ്രതിവാദം നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിലുണ്ടാവും. കേരളത്തിലെ MSF വർഗീയത ഉയർത്തിപ്പിടിക്കുന്നുവെന്നും അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് 1-ാം നമ്പർ വർഗീയവാദിയാണെന്നും കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട്ട് വെച്ച് സഖാവ് മുഹമ്മദ് മുസ്തഫ രക്തസാക്ഷി ദിനത്തിൽ വെച്ച് SFI സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ ഉത്തരവാദിത്തത്തോടുകൂടി പ്രസ്താവന നടത്തിയിരുന്നു. ആ പ്രസ്താവനയെ തുടർന്ന് ഇന്നലെ വൻതോതിലുള്ള സൈബർ മീഡിയയിലുള്ള സംഘപരിവാർ ചാപ്പകുത്തലും ഇന്നലെ ദുർബലമായ ചില വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങളും ചൊരിഞ്ഞുകൊണ്ട് MSFന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ പ്രസ് മീറ്റ് ഉണ്ടായി. മനസ്സിലാക്കിയെടുത്തോളം MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇത്ര ദുർബലമായൊരു പ്രസ് മീറ്റ് നടത്തിയത് ഇപ്പോൾ അടുത്താണ് കാണുന്നത്. വാദങ്ങൾക്ക് അത്രമേൽ ശക്തിയില്ലാതെ, വാക്കുകൾ അത്രമേൽ മൂർച്ചയില്ലാതെ ദുർബലമായ പ്രതിരോധമായിരുന്നു MSFന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. എന്തേ MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇത്ര ദുർബലനായി? പ്രത്യേകിച്ച് MSFുമായി ബന്ധപ്പെട്ട് വളരെ പൊളിറ്റിക്കലായ വിമർശനം SFI മുന്നോട്ട് വെച്ചപ്പോൾ ഞങ്ങൾ മുന്നോട്ട് വെച്ച വിമർശനം എന്താണ്? MSF ഇന്ന് വർഗീയ നിലപാട് ഉയർത്തുന്നു, വർഗീയവാദ സംഘടനയായി മാറിയിരിക്കുന്നു. അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഒരു വർഗീയവാദിയായി ഇന്ന് പ്രവർത്തിക്കുന്നു. ഇതിനെ സാധൂകരിക്കാനുള്ള എല്ലാവിധ രാഷ്ട്രീയ ഉത്തരവാദിത്വവും ഞങ്ങൾക്കുണ്ട്. അത് സാധൂകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ആ നിലയിലല്ല MSF സംസ്ഥാന പ്രസിഡന്റ് അതിനെ നേരിട്ടത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇത്രയും പൊളിറ്റിക്കലായി അവരുടെ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തെ ചോദ്യം ചെയ്ത ഞങ്ങളുടെ ആരോപണത്തെ, അല്ലെങ്കിൽ അതിനെ ശരിവെക്കുന്ന ഞങ്ങളുടെ വർഗീയവാദ ആരോപണത്തെ അവർ നേരിട്ടത് തിരഞ്ഞെടുപ്പുകളിൽ എവിടെയൊക്കെ ഉണ്ടായ ചില തിരിച്ചടികളുടെ ഭാഗമായി SFI വെറുതെ പറയുന്നതാണ് ഇത്തരം കാര്യങ്ങളെന്നും SFIക്കെതിരെ കുറെ സ്റ്റഡി ക്ലാസ്സുകളും ചില ഗിമ്മിക്കുകളും ചില ആക്ഷേപങ്ങളും ചില സറ്റയറുകളും മാത്രം നടത്തിക്കൊണ്ട് ഇന്നലെ MSF സംസ്ഥാന പ്രസിഡന്റ് നടത്തിയിട്ടുള്ള പ്രസ് മീറ്റിൽ ഉടനീളം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത്, ഞങ്ങൾ മുന്നോട്ട് വെച്ച ആ വിമർശനത്തെ നേരാം വണ്ണമൊന്ന് തുടാൻ, അതിനെ ഒന്ന് ഇഴകീറി പരിശോധിച്ച് അതിൽ യഥാർത്ഥ വണ്ണം ഞങ്ങൾ അങ്ങനെ നിലപാടെടുത്തിട്ടില്ല, ഞങ്ങൾ കേരളത്തിൽ ഒരു ക്യാമ്പസിലും മതവർഗീയവാദ നിലപാടിനോടൊപ്പം നിന്നിട്ടില്ല, ഞങ്ങൾക്ക് മതവർഗീയവാദ നിലപാടില്ല എന്ന് ശക്തമായി പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ ആ പ്രസ് മീറ്റിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയും. ചില ആക്ഷേപങ്ങൾ SFIക്കെതിരെ മലപ്പുറം ജില്ലയിൽ 2 കോളേജുകളിൽ SFI ഏതോ ഒരു വർഷം ഇന്ന സംഘടനക്ക് ഇന്ന വർഗീയവാദികൾക്ക് കൂടെ നിന്നു എന്നൊക്കെയുള്ള പച്ചക്കള്ളങ്ങൾ എഴുന്നള്ളിച്ചു. ഞാൻ അന്വേഷിച്ചു. ജെം കോളേജ് എന്ന കോളേജുമായി ബന്ധപ്പെട്ട് അവിടെ CFIയെ SFI വിജയിപ്പിച്ചു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. പച്ചക്കള്ളമാണ്. അത്തരത്തിലുള്ള ഒരു നിലപാട് SFI എടുത്തിട്ടുമില്ല. അതുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ SFI അതിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞതാണ്. അങ്ങനെയൊരു കാര്യമേ സംഭവിച്ചിട്ടില്ല. എന്നാൽ ഇന്നലെ MSFന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ മുഴുനീള പ്രസ് മീറ്റിൽ കണ്ടിട്ടുള്ളത് അതിനിടയിൽ വന്ന ചില വാക്കുകളും ചില പരാമർശങ്ങളുമാണ്. അതിൽ പ്രധാനമായിട്ടും ഞങ്ങൾ പറഞ്ഞൊരു വാദം, MSF സംസ്ഥാന കമ്മിറ്റി ആവട്ടെ, MSF ആവട്ടെ, ഇന്നത്തെ അതിന്റെ പ്രസിഡന്റ് ആവട്ടെ, അവർ വർഗീയവാദ നിലപാട് ഉയർത്തുന്നു, വർഗീയവാദികളായിരിക്കുന്നു. അതിനുള്ള കാരണം അവർ ജമായത്ത് ഇസ്ലാമിക്കും നിരോധിക്കപ്പെട്ട ക്യാമ്പസ് ഫ്രണ്ടിനും അവരുടെ സംഘടനയിൽ എല്ലാവിധ ഇടപെടലുകൾക്കുമുള്ള സ്ഥാനം കൊടുക്കുന്നു. അതിന്റെ നാക്കായി MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് മാറുന്നു. ഇന്നലെ MSF പ്രസിഡന്റ് ഉപയോഗിച്ചൊരു വാക്ക് ഇടത് ഹിന്ദുത്വ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇടത് ഹിന്ദുത്വ എന്ന വാക്ക് ഈ കേരളത്തിൽ ആദ്യമായി കോയിൻ ചെയ്തത് ജമായത്ത് ഇസ്ലാമിയാണ്. ജമായത്ത് ഇസ്ലാമിയുടെ വാക്കാണ്. അതിനു പുറമെ അദ്ദേഹത്തിന്റെ പോസ്റ്റിലെ ചില വാക്കുകൾ, ഉത്തമ വരേണ്യനായ ഈ അഗ്രഹാരപുത്രൻ ശരീരത്തിൽ ലക്ഷണമൊത്ത സംഖി പെറ്റുകൊടുപ്പുണ്ട്. അദ്ദേഹത്തിന്റെ പോസ്റ്റിലെ വാക്കുകളാണ്. ബ്രാഹ്മണിക്കൽ കമ്മ്യൂണിസം. അപ്പൊ ഞങ്ങൾ നോക്കുമ്പോൾ ഇതേ വാക്ക് കേരളത്തിൽ
അതിന്റെ കൃത്യമായ ഡേറ്റ് ഞാൻ വേണമെങ്കിൽ പറയാം. 2025 ജൂൺ മാസം 23 നിലമ്പൂർ ഇലക്ഷന് ശേഷം ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടിയിൽ സി ദാവൂദ് എന്നൊരാൾ ഉപയോഗിച്ച വാക്കാണ് ഏത്? ഈ പറഞ്ഞ ഇടത് ഹിന്ദുത്വ എന്ന് വെച്ചാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ കേരളത്തിലെ ഒന്നാമത്തെ നാക്കായിട്ടുള്ള സി ദാവൂദിന്റെ വാക്കുകളാണ് ഇന്ന് MSF സംസ്ഥാന പ്രസിഡന്റിന്റെ നാക്കിൽ നിന്ന് ഒഴുകുന്നത്. ഇത് ഞങ്ങൾ പറഞ്ഞ കാര്യം തന്നെയല്ലേ അദ്ദേഹം സമ്മതിച്ചത്? ഞങ്ങൾ എന്താ പറഞ്ഞത്? ഞങ്ങൾ പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമിയുടെ നാക്കായി ഇന്നവർ മാറിയിരിക്കുന്നു, ജമാഅത്ത് ഇസ്ലാമി വിഴുങ്ങിയിരിക്കുന്നു. അതുമാത്രമാണോ? MSF സംസ്ഥാന പ്രസിഡന്റിന്റെ ഇന്നലത്തെ മുഴുവൻ പ്രസ് മീറ്റിന്റെ ഇടയിൽ വന്നൊരു ചെറിയ വാക്കുകൂടി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പറയാം. ജമാഅത്ത് ഇസ്ലാമി ഒരു വർഗീയ സംഘടനയല്ല, അവരൊരു വർഗീയ സംഘടനയാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ക്ലീൻ ചിറ്റാണ് കൊടുത്തത് MSF സംസ്ഥാന പ്രസിഡന്റ്. അങ്ങനെ ഒരു നിലപാടേ ഞങ്ങൾക്കില്ല. അതിന് സാധൂകരിക്കാൻ അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ പോലീസ് ഇതുവരെ അങ്ങനെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. രാജ്യത്തിലെ RSSനെ വർഗീയവാദികളെന്ന് ഞങ്ങൾ വിളിക്കുന്നത് ഇന്ത്യയിലെ ഏതെങ്കിലും പോലീസോ പട്ടാളോ അവരെ ഐഡന്റിഫൈ ചെയ്തതിന്റെ ഭാഗമായാണോ? അവർ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നു. RSS, ജമാഅത്ത് ഇസ്ലാമി മൗദൂദിസ്റ്റ് ആശയങ്ങളുടെ ഭാഗമായി മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നു. അതുകൊണ്ടാണ് അവർ വർഗീയവാദികളായത്. അവരെന്താണ്? അവർ വർഗീയവാദികളാണ്. അത് ഏതെങ്കിലും ഏജൻസി ഐഡന്റിഫൈ ചെയ്തതിന്റെ ഭാഗമായല്ല, പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള കണ്ടെത്തലാണ്, ഞങ്ങളുടെ ഇടപെടലാണ്. അതിന്റെ ഭാഗമായി ഞങ്ങൾ അവരെ തുറന്നു കാണിക്കുന്നതാണ്. ആ തുറന്നു കാണിക്കൽ ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യത്തിലുണ്ട്. ഇപ്പൊ MSFനെതിരെ ഞങ്ങൾ നടത്തിയ ആരോപണം അദ്ദേഹത്തിന്റെ പ്രസ് മീറ്റിൽ തന്നെ തെളിഞ്ഞതാണ്. ആദ്യ 2 വാക്കിൽ തന്നെ തെളിഞ്ഞതാണ്. ഒന്ന് ഇടത് ഹിന്ദുത്വ, മറ്റൊന്ന് ഈ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിക്ക് ക്ലീൻ ചിറ്റ്. ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചരിത്രപരമായി നോക്കിയാൽ തന്നെ നമുക്ക് ഇതിന്റെ വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. കേരളത്തിലും ഇന്ത്യയിലും ലോകമെമ്പാടും മതരാഷ്ട്ര സങ്കല്പങ്ങൾക്ക് വേണ്ടി ഇടപെടുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ആ മതരാഷ്ട്ര സങ്കല്പത്തിന് വേണ്ടി ക്യാമ്പസിൽ ഇന്ന് വിദ്യാർത്ഥികളെ വിഭജിക്കുകയാണ്. ആ നിലപാടിനൊപ്പമാണ്, അതിന് നേതൃത്വം കൊടുക്കുകയാണ് ഇന്ന് MSF ക്യാമ്പസിൽ ചെയ്യുന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ എന്താ അവർ പറഞ്ഞത്? ദുർബലമായ ചില പ്രതിരോധങ്ങൾ. SFIക്ക് പേടിയാണ്. SFI തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടതിന്റെ ഭാഗമാണ്. കാലിക്കറ്റ് സർവകലാശാലയിൽ പരാജയപ്പെട്ടു പോലും. കാലിക്കറ്റ് സർവകലാശാലയിൽ എല്ലാ കൊല്ലവും ജയിക്കുന്ന സംഘടനയുടെ പേരൊന്നല്ല SFI. ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം തോറ്റിട്ടുണ്ട്, അതിനു മുന്നും പരാജയപ്പെട്ടിട്ടുണ്ട്. പരാജയത്തിന്റെ പേരിലാണ് ഞങ്ങൾ അത്തരമൊരു ആരോപണം ഉന്നയിച്ചത്. അത് ശരിയല്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ 100% രാഷ്ട്രീയ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് പറയുന്നത്. MSF വർഗീയവാദികൾ തന്നെ. അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ ജിഹ്വയാണ്, സി ദാവൂദിന്റെ ജിഹ്വയാണ്. അത് തെളിയിക്കപ്പെട്ടതല്ലേ? ഈ 2 കോയിൻ ചെയ്ത വാക്കുകൾ തന്നെ അതിന് ഉദാഹരണമാണ്. അദ്ദേഹം ക്ലീൻ ചിറ്റ് കൊടുത്തത് തന്നെ അതിന് ഉദാഹരണമാണ്. അതിൽ നിന്നും അദ്ദേഹം ഒളിച്ചോടാൻ എന്തൊക്കെ ആരോപണമാണ് നടത്തിയത്? അറബി കോളേജിൽ അറബി മാത്രമല്ല പഠിപ്പിക്കുന്നത്, തട്ടുംപുറത്തുള്ള കോളേജുകൾ എന്ന് ഞങ്ങൾ പറഞ്ഞതിന്റെ ഭാഗമായി സംസ്കൃതത്തിൽ സംസ്കൃതം മാത്രമല്ല പഠിപ്പിക്കുന്നത്. ഇതൊക്കെ ഞങ്ങൾക്കറിയാം. അറബി കോളേജുകളിൽ മുസ്ലിം കുട്ടികൾ മാത്രമല്ല പഠിക്കുന്നത്. ഒരു കാര്യം MSFനോട് പറയാം, മുസ്ലിം ജനവിഭാഗത്തിന്റെ അട്ടിപ്പാർ അവകാശമൊന്നും MSFനില്ല. അതില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ആ ജനവിഭാഗത്തിന്റെ ഇടയിൽ ഇന്നലെ അതിനെ ന്യായീകരിക്കാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ സ്വത്വവാദ രാഷ്ട്രീയക്കാരാണ്. അംബേദ്കറെ പോലെ, DMK പോലെ, ADMK പോലെ സ്വത്വവാദികളാണ്. ഇന്ത്യയിൽ RSSും BJPയും സ്വത്വവാദികളാണ്. ജമാഅത്ത് ഇസ്ലാമി സ്വത്വവാദികളാണ്. അവർ മതരാഷ്ട്ര സങ്കല്പം ഉയർത്തുന്നില്ല എന്ന് മാത്രമേ എന്തുള്ളൂ, MSFന്റെ ഭാഗത്തുനിന്ന് വ്യത്യാസമുള്ളൂ. എന്നാൽ അത് ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നുണ്ട്. അവരെ അംഗീകരിക്കാൻ MSFന് കഴിയുന്നുണ്ട്. അതിനർത്ഥം സമീകരിക്കപ്പെട്ട മതരാഷ്ട്രവാദ ചിന്തയിലേക്ക് അതിന്റെ അണികളും മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് തെളിയിക്കപ്പെട്ടതാണ്. അത് ക്യാമ്പസിന്റെ വിദ്യാർത്ഥികളുടെ മുന്നിൽ ചർച്ച ചെയ്യാൻ ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഞങ്ങൾ ശക്തമായി അതിനെ മുന്നോട്ട് കൊണ്ടുപോകും. ഒരു അണുവിട ഞങ്ങൾ അതിൽ നിന്ന് മാറാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന് നിങ്ങൾ ഇനി എത്ര സംഘിച്ചാപ്പ അടിച്ചാലും അതിന് തയ്യാറാവില്ല. അതിന് പുറകോട്ട് പോകാൻ കഴിയില്ല. അതിന് ചരിത്രപരമായ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് കേട്ടു, EMSനെയൊക്കെ കോട്ട് ചെയ്തു, ചരിത്രപരമായ വിഷയങ്ങൾ പറഞ്ഞു. ചരിത്രപരമായ വിഷയങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ ആ ചരിത്രപരമായിട്ടുള്ള പ്രത്യയശാസ്ത്ര ധാരണയിലല്ല ഇന്ന് MSF പ്രവർത്തിക്കുന്നത്. അതിനൊക്കെ കൈവടിഞ്ഞിരിക്കുന്നു.
പൂർണ്ണമായും ഇവർക്ക് കീഴടങ്ങിയിരിക്കുന്നു. അതിൻ്റെ പ്രയോഗങ്ങളാണ് ഈ ഉത്തമ വരേണ്യ അഗ്രഹാര പുത്രൻ എന്നൊക്കെ വിളിക്കാൻ തയ്യാറാവുന്നത്. നോക്കൂ, അഗ്രഹാരത്തിലെ പുത്രന്മാരൊക്കെ വർഗീയവാദികളാണോ? അഗ്രഹാര ബ്രാഹ്മണന്മാർ വർഗീയവാദികളാണോ? അങ്ങനെ ഒരു നിലപാടുണ്ടോ? എവിടുന്നാണ് ഇത്തരം ഒരു കോയിനേജ് ഉണ്ടാകുന്നത്? ഇങ്ങനൊരു പ്രയോഗം എവിടുന്ന് ഉണ്ടാകുന്നു? നമ്മൾ പരിശോധിക്കണ്ടേ? ഈ തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത് MSF ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാറ്റാണ്.